ഗൈസ്, അപ്പം ഇപ്പോഴത്തുള്ള സ്റ്റൗവിൽ ചോറ് വേവുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കി ഒരു 2-3 ദിവസത്തേക്ക് വെക്കാനാണ്. അപ്പം വറ്റൽമുളക് ഞാൻ കൊണ്ടുവന്ന് തീർന്നു പോയി. അപ്പോൾ കടുക് ഉണ്ട്, കടുക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കൂടിപ്പോയി. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, നമ്മളിങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ഇനി നമുക്ക് ഇത്തിരി സവോള ഇത് ആക്ച്വലി എൻ്റെ ചേച്ചി പറഞ്ഞ റെസിപ്പിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് സവോള നീളത്തിന്, തക്കാളി നീളത്തിനാണ്. പക്ഷെ ഞാനിട്ടപ്പം കുറച്ച് ഭംഗി കുറവുണ്ട്. എന്നാൽ ടേസ്റ്റ് നല്ലതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ സവോളയും തക്കാളിയൊക്കെ കുറച്ചെടുത്താൽ മതി ഗൈസ്, പേരിന് വേണ്ടി. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മീലാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. സോ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, തൈര് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് ഇത്ര വലിയൊരു ബോട്ടിലാണ് ഞാൻ തൈര് മേടിച്ചിട്ടുണ്ടായിരുന്നത്. €1 സംതിങ് ആണ് ഇവിടെ റേറ്റ്. ബാക്കിയുള്ള കറി വെക്കുന്ന സാധനം മേടിക്കുന്ന വെച്ചിട്ട് ഇതാണ് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 2-3 ദിവസത്തേക്ക് തികയും. അധികം നേരം ഇത് നിർത്തി വെക്കരുത്. ഇതിപ്പം കട്ടി കുറച്ച് കൂടിപ്പോയി. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിലപ്പം അടിയിൽ പിടിക്കും, കാരണം തിരിഞ്ഞു പോകും തൈര്. ഇതിപ്പോൾ ഒരു തട്ടിക്കൂട്ട് പുളിശ്ശേരി റെഡിയായി ഗായ്സ്. സോ റൈസും ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സെറ്റ് ഒഴിച്ചുകറികളും ഒരു തോരനും ആക്കി വെച്ചിട്ടുണ്ട്. റൈസും കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും എൻ്റെ റൂംമേറ്റും ആണ് ഉള്ളത്. അപ്പം നമുക്ക് 2 പേർക്കും കൂടെ ഇതൊരു 1 വീക്ക് അപ്രോക്സിമേറ്റ്ലി പോകും. പിന്നെ റാപ്പുണ്ട്, കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. ബാക്കി കുറച്ച് സംഭവങ്ങൾ നാളത്തേക്ക് റെഡിയാക്കി വെക്കണം. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.